ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കണതിന് അധികം കൂട്ടുകളൊന്നും വേണ്ട, വേറെ രണ്ട് കൂട്ടുണ്ടായാൽ മതി. നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ പേര് ഫ്രഞ്ചി കാരമൽ ബാർ എന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് വേണ്ടത്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം. ഇത്ര കാര്യമാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ പരത്തി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ പരത്തി ഒന്ന് മയപ്പെടുത്തി വെക്കണം. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തന്നെ മാറ്റി വയ്ക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. തീ കത്തിച്ച് നമുക്ക് പാൻ വയ്ക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക, 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കുക. ഇനി നന്നായി ഒന്ന് അരിഞ്ഞത് കാരമലൈസ് ആവട്ടെ കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതാ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പഞ്ചസാര ഇതാ കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര നന്നായി കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രഞ്ചി കാരമൽ ബാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.